പല്ലുകളാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുള്ള പൊടിക്കയും നമുക്ക് മുൻപിലുണ്ട്. ഉമിക്കരിയും ഉപ്പുമിട്ട് അമർത്തി ഒന്ന് പല്ലു തേച്ചാൽ മതി, നല്ല വെളുത്ത പല്ലുകൾ ലഭിക്കും. ഇത് പരക്കെയുള്ള വിശ്വാസമാണ്. എന്നാൽ ഇതിനു പിന്നിലെ വസ്തുത എന്താണ്? ഞാൻ ഡോക്ടർ ഷെമി. ചാനൽ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പല്ല് വെളുക്കാനായാലും പല്ലിലെ പോരായ്മകൾ നികത്താനായാലും ആളുകൾക്ക് കൂടുതലും ആവശ്യം പൊടിക്കൈകളാണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിലും മറ്റും ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നേടുന്നതും ലൈക്കുകൾ നേടുന്നതും വൈറലാകുന്നതും. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനമായ ഉദ്ദേശവും അതിലെ ചില അബദ്ധങ്ങൾ തിരുത്തുക എന്നത് മാത്രമാണ്. പഴമക്കാർ പറയുന്നത് പോലെ ഉമിക്കരിയും ഉപ്പും ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ താൽക്കാലികമായി നമ്മുടെ പല്ലുകൾ വെളുക്കാം. പക്ഷേ അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതിനൊപ്പം തന്നെ ചില അപകടങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം. ഉപ്പ് അല്ലെങ്കിൽ ഉമിക്കരി നോക്കുക, ഇവ പരുക്കൻ പദാർത്ഥങ്ങളാണ്. ഇത്തരത്തിൽ ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ നിങ്ങളുടെ പല്ലുകളിൽ അമർത്തി പല്ലു തേൽക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കാം? പല്ലിലെ കറകളും മറ്റും നീക്കം ചെയ്യപ്പെടും. കാരണം അത്രത്തോളം ഹാർഡാണ് ആ പദാർത്ഥങ്ങൾ. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ഉമിക്കരിക്ക് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് വഴി ഈ കറകൾ മാത്രമല്ല, നിങ്ങളുടെ പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറായ ഇനാമലും ഇതിനോടൊപ്പം നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. കറകൾ നീക്കം ചെയ്യുന്നത് കൊണ്ടാണ് താൽക്കാലികമായി ഒരു വെണ്മ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ ഇനാമൽ പോകുന്നത് മറ്റു ശാരീരിക പ്രശ്നങ്ങളിലോട്ട് നിങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത്. കാലക്രമേണ ഇനാമൽ പോകുന്നതോടുകൂടി അതിന് തൊട്ട് താഴെയുള്ള സ്ഥലമായ ഡെന്റേൻ കാണപ്പെടുകയും പല്ല് കാലക്രമേണ മഞ്ഞിച്ച് കാണപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ ഇനാമൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല്ലുപുളിപ്പ് അനുഭവപ്പെടാം. പല്ലിന് കൂടുതൽ തേയ്മാനങ്ങൾ ഉണ്ടാകാം. ഇത്തരത്തിൽ പല്ലിന്റെ ആരോഗ്യം ക്രമേണ നശിക്കുന്നു. ഈ അടുത്ത് യൂട്യൂബിൽ കണ്ട അടുത്ത പ്രവണതയാണ് നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് പല്ലുകൾ വെളുപ്പിക്കാം എന്നുള്ളത്. കേൾക്കുമ്പോൾ വിശ്വസനീയമായി തോന്നാം. പലതരത്തിലും അതിന് റിസൾട്ടുകളുമുണ്ട്. ഉമിക്കരി അതിന്റെ റഫ്നെസ് കൊണ്ട് പല്ലിന്റെ ഇനാമലിനെ കേടാക്കുമെങ്കിൽ ഇവിടെ നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരിയുടെ കേസിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്സ്, അതായത് അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് പോലുള്ളവ പല്ലിന്റെ ഇനാമലുകൾ നഷ്ടമാകുന്നതിന് കാരണമായേക്കാം. ഇതുകൊണ്ടാണ് പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആസിഡ് അടങ്ങിയ പാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. നാരങ്ങ ഉപയോഗിക്കുമ്പോഴും വിനാഗിരി ബേക്കിംഗ് സോഡയോടൊപ്പം ഉപയോഗിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ കാണുന്ന ഒരു വെണ്മ ഒരു കെമിക്കൽ റിയാക്ഷന്റെ താൽക്കാലിക റിസൾട്ട് മാത്രമാണ്. നാരങ്ങ, ഓറഞ്ച് പോലുള്ളവയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അവ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. അത് കഴിക്കാൻ റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെയൊക്കെ ജ്യൂസ് കുടിക്കുമ്പോൾ മാക്സിമം സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാൻ ശ്രമിക്കുക. പല്ലിൽ ഈ ആസിഡുകൾ നേരിട്ട് പതിയാതെ നമ്മുടെ ശരീരത്തിലോട്ട് ആസിഡുകൾ എത്തിയാൽ മതി. ആ രീതിയിലാണ് അത് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പല്ലിന്റെ ആരോഗ്യത്തിന്, പല്ലിന്റെ മാത്രമല്ല പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് വേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളാണ് ഒഴിവാക്കേണ്ടത്, ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്കാണ് ഈ മുകളിൽ നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾ പരാമർശിക്കുന്ന ഒരു പ്രധാന കാരണവും ഇത് തന്നെയാണ്: ആസിഡുകൾ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഈ പൊടിക്കൈകൾ താൽക്കാലികമായ ഗുണം ചെയ്യുമെങ്കിലും ശാശ്വതമായ ദോഷത്തിലോട്ടാണ് നയിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് അനുകരിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയ അടിസ്ഥാനമുള്ളതായിരിക്കണം. കാരണം ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നതിന് തെറ്റായ പ്രചരണങ്ങൾ കാരണമാകാം. അപ്പോൾ ഇനി പല്ല് വെളുപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല, ഭയക്കേണ്ടതില്ല. അതിനും അതിൻ്റെതായ വഴികൾ നിലവിലുണ്ട്. അത് സംബന്ധിച്ച ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കാണ് ഈ മുകളിൽ നൽകിയിരിക്കുന്നത്. പല്ലിലെ കറയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് വെണ്മയുള്ള പല്ലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്, വിശദമായി ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നു. പല്ലിലെ കറയ്ക്ക് പിന്നിൽ നിസ്സാരമായി ഒരു കാരണമാവില്ല, പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാകാം. ആ കാരണങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ ചികിത്സാ വിധികളും. നമ്മളുടെ ആഹാര രീതി അതിന് പങ്കുവഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചില ശീലങ്ങൾ അതിന് പങ്കുവഹിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ അവ തിരിച്ചറിയേണ്ടത് ആദ്യം ആവശ്യമാണ്. അതിനെ തുടർന്നാണ് പല്ല് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ബ്ലീച്ചിങ് പോലെയുള്ള ചികിത്സാ വിധികളിലോട്ട് പിന്നീട് പോകേണ്ടത്. ഇതുകൂടാതെ കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻസ്, വിനീറിംഗ്, ക്രൗൺ തുടങ്ങി വിവിധ ചികിത്സാ വിധികൾ ഇന്ന് നിലവിലുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ആ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. യഥാർത്ഥ ചികിത്സയ്ക്ക് അതിൻ്റെതായ സമയവും സാവകാശവും വേണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ 4 തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഒന്ന് ഉമിക്കരിയുടെ ഉപയോഗം. ഉമിക്കരി എന്ന് പറയുമ്പോൾ ചാർക്കോൾ പേസ്റ്റുകളും ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് ഉപ്പിൻ്റെ ഉപയോഗം, മൂന്നാമതായി നാരങ്ങയുടെ ഉപയോഗം, 4 വിനാഗിരി ബേക്കിംഗ് സോഡയും മറ്റുമായി മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ഉപയോഗിക്കുന്ന ആ ശീലം. ഇവയെല്ലാം പല്ലുകൾക്ക് ദൂഷ്യങ്ങൾ മാത്രമേ വരുത്തി വയ്ക്കുകയുള്ളൂ. ഈ ചാർക്കോളിൻ്റെയൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അഭിപ്രായത്തിലുപരി ഇതിന് ശാസ്ത്രീയ അടിസ്ഥാനം കൂടിയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, എങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മടിക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ പേരിലോട്ട് ഷെയർ ചെയ്യുക. ഈ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതിനോടൊപ്പം തന്നെ തിരുത്തപ്പെടേണ്ട ശരിയായ ധാരണകളും ആളുകളിലോട്ട് എത്തട്ടെ. ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ സംബന്ധിച്ച സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.